(2020-21) അധ്യയന വർഷത്തിലെ +1 സയൻസ് വിദ്യാർത്ഥികളെ ബോട്ടണി ക്ലാസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ നിങ്ങളുടെ ബയോളജി വിഷയവുമായി ബന്ധപ്പെട്ട് 22 അധ്യായങ്ങളാണ് പഠിക്കുവാനുള്ളത്. അതിൽ 11 ബോട്ടണി വിഭാഗത്തിലും 11 സുവോളജി വിഭാഗത്തിലുമാണ് വരുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ അധ്യായമാണ് ബോട്ടണിയിലെ ആദ്യത്തെ അധ്യായം, ഫസ്റ്റ് ചാപ്റ്റർ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ജീവികളുടെ വർഗീകരണം. ഈ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ബയോളജി പഠിച്ചിട്ടുള്ളവരാണ്. എന്താണ് ബയോളജി എന്നറിയാം. എന്നാലും പഠിച്ച കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്കതിലേക്ക് വരാം. വാട്ട് ഡു യു മീൻ ബൈ ബയോളജി? ബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ബയോളജി. അതിൽ 2 വിഭാഗങ്ങളുണ്ട്, സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് സ്റ്റഡി ഓഫ് ആനിമൽസ്. സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ഈസ് കോൾഡ് ബോട്ടണി ആൻഡ് സ്റ്റഡി ഓഫ് ആനിമൽസ് ഈസ് കോൾഡ് സുവോളജി. ഡു യു നോ ഹു കോയിൻഡ് ദ ടേം ബയോളജി അറ്റ് ഫസ്റ്റ്? ആദ്യമായിട്ട് ബയോളജി എന്ന വാക്ക് ഉപയോഗിച്ചാരാണെന്നറിയാമോ? യെസ്, ലാമാർക്ക് ആൻഡ് ട്രിവിറാനസ്. ലാമാർക്ക് ആൻഡ് ട്രിവിറാനസ് ഇവരാണ് ബയോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത്. ഇനി ആരാണ് ബോട്ടണിയുടെ അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയാമോ? തിയോഫ്രാസ്റ്റസ് ഈസ് ദ ഫാദർ ഓഫ് ബോട്ടണി. ആരാണ് സുവോളജിയുടെ പിതാവെന്നറിയാമോ? അരിസ്റ്റോട്ടിൽ ഈസ് ദ ഫാദർ ഓഫ് zoology. And who is the founder of biology or father of biology? Aristotle is the founder of biology or father of biology. Thus we can see biology is the study of living organisms. It has mainly 2 branches, botany and zoology. So let us start biological classification. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ അധ്യായമാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ജീവികളുടെ വർഗീകരണം. ബോട്ടണി വിഭാഗത്തിലെ 1ാമത്തെ അധ്യായമാണ് ഈ ചാപ്റ്റർ. താരതമ്യേന വളരെ ലഘുവായ, വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു അധ്യായമാണ് ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന അധ്യായം. ലിവിംഗ് വേൾഡ് ഇൻക്ലൂഡ്സ് എ നമ്പർ ഓഫ് മില്യൺസ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ്. അപ്പോൾ ഈ ലോകത്ത് കോടിക്കണക്കിന് ജീവജാലങ്ങളുണ്ട്. അവയെല്ലാം ഒരുപോലെയാണോ? അല്ല, വ്യത്യസ്തങ്ങളാണ്. ദേ ഡിഫർ ഇൻ ടേംസ് ഓഫ് സൈസ്, കളർ, ഹാബിറ്റാറ്റ്, മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സ് എക്സെട്ര. അവയുടെ ആകൃതിയിൽ വ്യത്യസ്തങ്ങളാണ്, നിറങ്ങളിൽ വ്യത്യസ്തങ്ങളാണ്. അവയുടെ ഹാബിറ്റാറ്റ്, പ്ലേസ് ഓഫ് ഒക്കറൻസ് അല്ലെങ്കിൽ വാസസ്ഥലം വ്യത്യസ്തമാണ്. മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, ബാഹ്യ സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ്. ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സ്, ഇൻറ്റേർണൽ ആക്ടിവിറ്റീസ്, ലൈഫ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. സോ there have been many attempts to classify living organisms. ജീവജാലങ്ങളെ വർഗീകരിക്കാൻ നിരവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് വളരെ പണ്ടുകാലം മുതൽ തന്നെ. ഇനി എന്തിനു വേണ്ടിയാണ് വർഗീകരിക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്ലാസിഫിക്കേഷൻ? വാട്ട് ഈസ് ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ക്ലാസിഫിക്കേഷൻ? എന്തിനു വേണ്ടിയാണ് ജീവജാലങ്ങളെ വർഗീകരിക്കുന്നത്? നിങ്ങൾക്കറിയാം, കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മൂലകങ്ങളുടെ വർഗീകരണം, പീരിയോഡിക് ടേബിൾ ഓഫ് എലമെൻറ്റ്സ്. റഷ്യക്കാരനായ മെൻഡലേയേവ് മൂലകങ്ങളെ വർഗീകരിച്ചു, ഗ്രൂപ്പുകളാക്കി, പീരീഡുകളാക്കി. 1ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം.
രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോങ്ഷ്യം, ബേരിയം, റേഡിയം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്? അവയെക്കുറിച്ചുള്ള പഠനം ലളിതമാക്കാൻ, സുഗമമാക്കാൻ, എളുപ്പമാക്കാൻ. അപ്പോൾ ഈ കോടിക്കണക്കിന് വരുന്ന ജീവജാലങ്ങളെ നമുക്ക് ഓരോന്നോരോന്നായി എടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. അതുകൊണ്ടൊരു വർഗീകരണം ആവശ്യമാണ്. സോ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. Then what is classification? Biological classification is the grouping of living organisms. ജീവജാലങ്ങളെ വിവിധ ഗ്രൂപ്പുകളിലാക്കുന്നു. എന്തിനു വേണ്ടി? പഠനം ലളിതമാക്കാൻ, സുഗമമാക്കാൻ. സോ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഈസ് ദ ഗ്രൂപ്പിംഗ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിരവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് സസ്യങ്ങളെയും ജന്തുക്കളെയും വർഗീകരിക്കാൻ. ബട്ട് മോസ്റ്റ് ഓഫ് ദീസ് ക്ലാസിഫിക്കേഷൻസ് വെയർ നോട്ട് സയൻറ്റിഫിക്. ആദ്യകാലത്ത് നടന്ന ശ്രമങ്ങൾ ഏറെക്കുറെ എല്ലാം തന്നെ ശാസ്ത്രീയമായിരുന്നില്ല. ഈ ശാസ്ത്രീയമായിട്ട് ഈ ജീവജാലങ്ങൾ വർഗീകരിക്കാൻ ആദ്യമായി ശ്രമം നടത്തിയ ആളാണ് അരിസ്റ്റോട്ടിൽ. ഞാൻ നേരത്തെ പറഞ്ഞു, ഹീ ഈസ് ദ ഫാദർ ഓഫ് ബയോളജി, ഹീ ഈസ് ദ ഫൗണ്ടർ ഓഫ് ബയോളജി, ഹീ ഈസ് ദ ഫാദർ ഓഫ് പൊളിറ്റിക്സ്. ഹി വാസ് എ ഗ്രേറ്റ് ഗ്രീക്ക് ഫിലോസഫർ. അദ്ദേഹത്തെക്കുറിച്ച് പ്രസിദ്ധനായ ഇംഗ്ലീഷ് കവി പറഞ്ഞത് മാസ്റ്റർ ഓഫ് ദോസ് ഹു ന്യൂ എന്നാണ്. അറിയുന്നവരുടെ മഹാപ്രഭുവാണ് അരിസ്റ്റോട്ടിൽ എന്നാണ് വേഴ്സ്വർത്ത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ജീവജാലങ്ങളെ വർഗീകരിക്കാൻ ഒരു ശ്രമം നടത്തിയത്, ശാസ്ത്രീയമായി വർഗീകരിക്കാൻ ശ്രമം നടത്തിയത് അരിസ്റ്റോട്ടിലായിരുന്നു. ഹി ഗേവ് എ സയൻറ്റിഫിക് ബേസിസ് ഫോർ ക്ലാസിഫിക്കേഷൻ. ഹി ക്ലാസിഫൈഡ് ദ ലിവിങ് ഓർഗാനിസംസ് ഇൻടു ടു, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. സസ്യങ്ങളും ജന്തുക്കളും. പ്ലാന്റ്സ്, again, plants are divided into three groups: herbs, shrubs and trees. Herbs, shrubs and trees. Again, animals are classified into two groups: animals with red bloods and animals without red bloods. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ലിവിങ് ഓർഗാനിസംസ് ഇൻടു two groups: plants and animals. Again, plants are divided into three groups: herbs, shrubs and trees. Animals into two groups: animals with red bloods and animals without red bloods. ഇതിനുശേഷം Carl Linnaeus, he was a Swedish naturalist or Swedish botanist. He put forth another system of classification. അദ്ദേഹത്തിൻ്റെ മറ്റേതെങ്കിലും സംഭാവന നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? Yes, he proposed the binomial system of nomenclature. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് ലിനേയസ് ആണ്. And he is considered, and he is the father of taxonomy also. So he proposed another system of classification. അദ്ദേഹം മറ്റൊരു സിസ്റ്റം പ്രപ്പോസ് ചെയ്തു. ഈ സിസ്റ്റമാണ് ടു കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ടു കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. So which are the two kingdoms? He divided the living organisms into two kingdoms: kingdom Plantae and kingdom Animalia. So Linnaeus divided the whole living organisms into two groups: kingdom Plantae and kingdom Animalia. So this two kingdom system of classification was used for a long time. ഇപ്പോഴും നമ്മൾ ഈ സിസ്റ്റം നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് പറയുന്നത്. എന്നാൽ ദിസ് സിസ്റ്റം വാസ് ഫൗണ്ട് ഇൻഅഡിക്വേറ്റ് ഡ്യൂ ടു മെനി റീസൺസ്. ഈ സിസ്റ്റത്തിന് ചില പരിമിതികളുണ്ടായിരുന്നു. ഈ പരിമിതികൾ അല്ലെങ്കിൽ ഈ പരിധികൾ, ഈ കുറവുകൾ, ഈ പോരായ്മകൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം. ദിസ് സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്. You know there is unicellular organisms, ഏകകോശ ജീവികൾ. ഉദാഹരണം ക്ലാമിഡോമോണസ്, ക്ലോറല്ല, ബാക്ടീരിയം. അതുപോലെ ബഹുകോശ ജീവികൾ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അപ്പോൾ ഈ സിസ്റ്റം ഈ ഒരു വ്യത്യാസം പരിഗണിച്ചില്ല. Then another one is the organisms may be prokaryotic or eukaryotic. What is a prokaryote and what is a eukaryote? പ്രോകാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ ശരിയായ മർമ്മമില്ലാത്ത
ആവരണങ്ങളാൽ ചുറ്റപ്പെട്ട കോശാംഗങ്ങളില്ലാത്ത ജീവജാലങ്ങളെയാണ് പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. പ്രോകാരിയോട്സ് ഹാവ് നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ്, ഫോർ എക്സാമ്പിൾ ബാക്ടീരിയം. Whereas in eukaryotes we can see there is well defined nucleus and membrane bound cell organelles. യൂക്കാരിയോട്സിൽ എന്താണ്? ശരിയായ മർമ്മമുണ്ട്, മറ്റ് കോശാംഗങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസവും ഈ ക്ലാസിഫിക്കേഷനിൽ പരിഗണിച്ചില്ല. മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ഓർഗാനിസംസ് മേ ബി ഫോട്ടോസിന്തറ്റിക് ഓർ നോൺ ഫോട്ടോസിന്തറ്റിക്. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ ശേഷിയുള്ള ജീവികളുണ്ട്, അതില്ലാത്തവയുണ്ട്. ഫോർ എക്സാമ്പിൾ ആൽഗെ, ദേ ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽസ്. ആൽഗകൾക്ക് അവരുടെ ആഹാരം സ്വയം നിർമ്മിക്കാൻ കഴിയും. പക്ഷേ ഫംഗസുകൾക്ക് അവയുടെ ആഹാരം സ്വയം നിർമ്മിക്കാൻ കഴിയില്ല. ദേ ആർ നോൺ ഫോട്ടോസിന്തറ്റിക്. അപ്പോൾ ഈ വ്യത്യാസം പരിഗണിച്ചില്ല. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, കാരണം അല്ലെങ്കിൽ പരിമിതി എന്ന് പറയുന്നത് എന്താണ്? ദിസ് majority of organisms, many of the organisms did not fall into either category. പ്ലാന്റ്സിലും വരുന്നില്ല, ആനിമൽസിലും വരുന്നില്ല, കുറേ അധികം ജീവികൾ. അപ്പോൾ ഇക്കാരണങ്ങൾ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ, സ്വീകരിക്കാൻ പറ്റത്തില്ല. പൂർണ്ണമായിട്ടും എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. സോ ഡ്യൂ ടു ദീസ് അബവ് റീസൺസ് ദിസ് സിസ്റ്റം വാസ് ഫൗണ്ട് ഇൻഅഡിക്വേറ്റ്. ഞാൻ ഈ മുകളിൽ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഈ സിസ്റ്റം നമുക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല. സോ എ നീഡ് വാസ് ഓൾസോ ഫെൽറ്റ് ഫോർ ഇൻക്ലൂഡിംഗ്, ബിസൈഡ്സ് ഗ്രോസ് മോർഫോളജി, സെൽ സ്ട്രക്ചർ, നേച്ചർ ഓഫ് ദ സെൽ വാൾ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഹാബിറ്റാറ്റ്, റീപ്രൊഡക്റ്റീവ് ആസ്പെക്ട്സ് ആൻഡ് ഇവല്യൂഷണറി ആസ്പെക്ട്സ്. ഇവ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ് വേണ്ടത് എന്നൊരു തോന്നൽ പിൽക്കാലത്തുണ്ടായി. ഏതെല്ലാം കാര്യങ്ങൾ? സെൽ സ്ട്രക്ചർ, കോശത്തിൻ്റെ ഘടന, നേച്ചർ ഓഫ് ദ സെൽ വാൾ, കോശഭിത്തിയുടെ പ്രത്യേകത, മോഡ് ഓഫ് ന്യൂട്രീഷൻ, പോഷണ രീതികൾ, ഹാബിറ്റാറ്റ്, പ്ലേസ് ഓഫ് ഒക്കറൻസ്, വാസസ്ഥലം, മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, ബാഹ്യ സ്വഭാവങ്ങൾ, റീപ്രൊഡക്റ്റീവ് സിമിലാരിറ്റീസ്, പ്രത്യുൽപാദനപരമായ പ്രത്യേകതകൾ, ആൻഡ് മോറോവർ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഇവല്യൂഷണറി റിലേഷൻഷിപ്സ്. അങ്ങനെ കാലം കഴിഞ്ഞതോടുകൂടി ഈ വർഗീകരണം എന്നുള്ള ആസ്പെക്റ്റിൽ പല പല മാറ്റങ്ങൾ വരികയും ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് കൂടി ക്ലാസിഫിക്കേഷൻ നടത്തണം എന്നൊരു കാഴ്ചപ്പാടുണ്ടാവുകയും ചെയ്തു. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് in 1969 R.H. Whittaker proposed a new system of classification, and it is known as five kingdom system of classification. Which are the five kingdoms? ഏതാണ് 5 കിങ്ഡംസ്? ഏതൊക്കെയാണ് 5 കിങ്ഡംസ്? ഫസ്റ്റ് വൺ ഈസ് കിങ്ഡം മൊണീറ. Second one is kingdom protista. Third one is kingdom fungi. Fourth one kingdom plantae. And fifth one kingdom animalia. So these are the 5 kingdoms proposed by Whittaker. അപ്പോൾ വിറ്റേക്കർ അദ്ദേഹത്തിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പ്രപ്പോസ് ചെയ്ത 5 കിങ്ഡംസ് ഏതൊക്കെയാണ്? ഒന്നുകൂടെ നോക്കാം. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൂട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലന്റി, കിങ്ഡം ആനിമേലിയ. ദീസ് ആർ ദ 5 കിങ്ഡംസ് പ്രപ്പോസ്ഡ് ബൈ വിറ്റേക്കർ. ഇനി എന്ത് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം വർഗീകരണം നടത്തിയത്? സോ ദ മെയിൻ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ യൂസ്ഡ് ബൈ ഹിം ഇൻക്ലൂഡ് സെൽ സ്ട്രക്ചർ, thallus organization, mode of nutrition, reproductive similarities and evolutionary relationships. അപ്പോൾ ഇതാണ് അദ്ദേഹം ക്രൈറ്റീരിയ ആയിട്ട് ഉപയോഗിച്ചത്, മാനദണ്ഡങ്ങളായിട്ട് ഉപയോഗിച്ചത്. എന്തിനു വേണ്ടി? വർഗീകരിക്കാൻ, ക്ലാസിഫൈ ചെയ്യാൻ. സോ ഈ ടേബിൾ നോക്കൂ.
This table gives a comparative account of different characteristics of 5 kingdoms. ഈ 5 കിങ്ഡത്തിൽ വരുന്ന ജീവികളുടെ പൊതുവായ സവിശേഷതകൾ ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. സെൽ ടൈപ്പ്, സെൽ വോൾ, ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ ആൻഡ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. വൺസ് അഗെയിൻ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഏതെല്ലാമാണെന്ന് നോക്കൂ. സെൽ ടൈപ്പ്, സെൽ വോൾ, ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ ആൻഡ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. The first character is cell type. What about Monera? Monera includes prokaryotes only. And all other kingdoms include eukaryotes. മൊണീറയിൽ പ്രോകാരിയോട്സ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കിങ്ഡംസിലും വരുന്നത് ആരാണ്? യൂകാരിയോട്സ് ആണ്. Then what about the nature of cell wall? Monera includes organisms having cell wall but not cellulosic. സെല്ലുലോസ് കൊണ്ടുള്ള സെൽ വോൾ അല്ല. പിന്നെയോ ഇറ്റ് ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് പോളിസാക്കറൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ്, ഓർ വി ക്യാൻ സേ മുറീൻ മെയിൻലി. What about the members of Protista? Cell wall is present only in some organisms. What about kingdom fungi? Cell wall is present, but it is not composed of cellulose. Instead of cellulose, we can see another compound is there, that is chitin. ഫംഗസുകളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണ്. Whereas in kingdom Plantae, we can see all organisms have cell wall made up of cellulose. Cellulose എന്ന് പറഞ്ഞാൽ എന്നാ? Cellulose is made up of glucose molecules. ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കൂടി ചേർന്നുണ്ടാകുന്ന സാധനമാണ് സെല്ലുലോസ്. Whereas what about the kingdom Animalia? The members of kingdom Animalia have no cell wall. Next, what about the nuclear membrane? The members of Monera have no nuclear membrane, completely absent. Monerans-ന് nuclear membrane illa. While in all other kingdoms we can see there is nuclear membrane. ബാക്കി എല്ലാ കിങ്ഡത്തിലും വരുന്ന ജീവജാലങ്ങൾക്ക് വ്യക്തമായ മർമ്മസ്തരമുണ്ട്. Okay, then what about body organization? Monerans include cellular organisms. Protista includes cellular organisms. And kingdom fungi includes multicellular organisms and organisms having loose tissue. And in kingdom Plantae, we can see the organisms or the plants are made up of tissues or organs. What is a tissue? A group of cells constitute a tissue. So the body of plants composed of different types of tissues and organs. Whereas the members of Animalia is composed of tissues, organs and organ systems. Animalia കിങ്ഡത്തിൽ വരുന്ന ജീവികളിൽ ടിഷ്യൂസ്, ഓർഗൻസ്, ഓർഗൻ സിസ്റ്റംസ് ഇവയൊക്കെ ഉണ്ടാവും. Let us see the mode of nutrition of the members of different kingdoms. In kingdom Monera, the members may be autotrophic or heterotrophic. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വപോഷികൾ. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ ശേഷിയുള്ളവരെയാണ് സ്വപോഷികൾ എന്ന് പറയുന്നത്. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ ശേഷിയില്ലാത്തവരെയാണ് പരപോഷികൾ അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. ഇപ്പം മൊണീറയിൽ ഓട്ടോട്രോപ്സും ഉണ്ട്, ഹെറ്ററോട്രോപ്സും ഉണ്ട്. ഇനി ഓട്ടോട്രോപ്സ് ഏതൊക്കെയാകാം? ഫോട്ടോസിന്തറ്റിക് ആകാം, കീമോസിന്തറ്റിക് ആകാം. ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ എന്നാ? സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ആഹാരം അത് വലിച്ചെടുത്തുകൊണ്ട് ആഹാരം സ്വയം നിർമ്മിക്കാൻ ശേഷിയുള്ളവരാണ് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്.
കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ എന്നാ? കെമിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് ആഹാരം സ്വയം നിർമ്മിക്കാൻ ശേഷിയുള്ളവരെയാണ് കീമോസിന്തറ്റിക് ഓർഗാനിസംസ് എന്ന് പറയും. ചില ബാക്ടീരിയകൾ എക്സാമ്പിൾ. അപ്പോൾ ഇതിൽ ഓട്ടോട്രോപ്സ് ഉണ്ട്, ഹെറ്ററോട്രോപ്സ് ഉണ്ട്. ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്നാ? പരപോഷികൾ, സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ ശേഷിയില്ലാത്തവരെയാണ് ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. ആസ് വെൽ ആസ് പാരസൈറ്റ്സ്. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റു ജീവികളിൽ വസിക്കുന്നവരെയാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ മേ കോസ് ഡാമേജസ് ടു ദ ഹോസ്റ്റ് ഓർഗാനിസംസ്. ദേ മേ കോസ് ഡിസീസസ് ടു ദ ഹോസ്റ്റ്. ഏത് ജീവിയിലാണോ ജീവിക്കുന്നത് ആ ജീവിയിൽ നിരവധി ഡാമേജസ് അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ളവരാണ് ഈ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്, പാരസിറ്റിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ദേ മേ ബി പെത്തോജൻസ്, ഡിസീസ് കോസിങ് ഏജൻസ്, രോഗമുണ്ടാക്കുന്നവയാണ്. ഓക്കെ, ദെൻ what about the mode of nutrition in Protista? They may be autotrophic or heterotrophic. അവയും എന്താണ്? ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസും ഉണ്ടാകും. ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആണെങ്കിൽ അവ പ്രധാനമായിട്ടും ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും. Then what about the mode of nutrition in fungi, kingdom fungi, members of kingdom fungi? They are completely heterotrophic. ഫംഗസുകൾ പൂർണ്ണമായിട്ടും പരപോഷികളാണ്. എന്താ കാര്യം? ബിക്കോസ് ദേ ഹാവ് നോ ക്ലോറോഫിൽ. അവയിൽ ഹരിതകമില്ല. ദേ കനോട്ട് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽസ്. അവയ്ക്ക് അവയുടെ ആഹാരം സ്വന്തമായി നിർമ്മിക്കാൻ കഴിയില്ല. സോ ദേ മേ ബി സപ്രോഫൈറ്റ്സ് ഓർ പാരസൈറ്റ്സ്. അപ്പോൾ സപ്രോഫൈറ്റ്സ് ആകാം അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആകാം. എന്താ സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? അഴുകിയ വസ്തുക്കളിൽ ജീവിക്കുന്നവരെയാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഓർഗാനിസംസ് വിച്ച് ലിവ് ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ് ആർ കോൾഡ് സാപ്രോഫൈറ്റ്സ് ആൻഡ് അതേഴ്സ് ആർ പാരസൈറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസീസ് കോസിങ് ഏജൻസ് ആണ്, പെത്തോജൻസ് ആണ്. So about the nutrition in fungi, completely they are heterotrophs and they may be saprophytes or parasites. Then what about the mode of nutrition in plantae? Plants-ന്റെ പ്രത്യേകത എന്താ? They are completely autotrophic and photosynthetic. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ ശേഷിയുള്ളവരാണ് ഈ കിങ്ഡത്തിൽ വരുന്നത്. ബിക്കോസ് ദേ ഹാവ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ എന്നതാ? കാർബണ്, ഹൈഡ്രജന്, ഓക്സിജന്, നൈട്രജന്, മഗ്നീഷ്യം തുടങ്ങിയ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണ് ഹരിതകം എന്ന് പറയുന്നത്. സോ ദേ ഹാവ് ക്ലോറോഫിൽ ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലോറോഫിൽ ദേ ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽസ്. സോ ദേ ആർ കംപ്ലീറ്റ്ലി autotrophic. What about the mode of nutrition in the members of Animalia? They are completely heterotrophs. They may be either holozoic or saprophytes. Holozoic or saprophytic. Animals-il ഹരിതകമില്ല. They depend on other organisms for their foods. അപ്പോൾ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നു, മറ്റുള്ള ജീവികളെ ആശ്രയിക്കുന്നു. അവയ്ക്ക് സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ ശേഷിയില്ല. ദേ മേ ബി ഹോളോസോയിക് ഓർ സാപ്രോഫിറ്റിക്. സപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അഴുകിയ വസ്തുക്കളിൽ ജീവിക്കുന്നവരെയാണ് സപ്രോഫൈറ്റ്സ്. ദ ഓർഗാനിസംസ് വിച്ച് ലിവ് ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ്. ഹോളോസോയിക് എന്ന് വെച്ചാൽ എന്താ? വിഴുങ്ങുക, കഴിക്കുക. സോ ദ മെമ്പേഴ്സ് ഓഫ് അനിമേലിയ ആർ കംപ്ലീറ്റ്ലി ഹെറ്ററോട്രോഫിക്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ്. ആ കിങ്ഡത്തിൽ വരുന്ന വിവിധ ജീവികളുടെ സവിശേഷതകൾ ഏറെക്കുറെ എന്തെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രവർത്തനം ഞാൻ നൽകുകയാണ്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ജീവികളെ നിരീക്ഷിക്കുക. ഈ വിവിധ കിങ്ഡത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ജീവികളുടെ ഒരു ചെറിയ പട്ടിക തയ്യാറാക്കി നിങ്ങൾ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്ത് മനസ്സിലാക്കുക. ഈ അധ്യായവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഈ ക്ലാസ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.